നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ എല്ലാ മേഖലകളിലും അവഗണന. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും പരിഗണിക്കാത്ത കേന്ദ്ര സർക്കാർ. കർഷകർക്കും തൊഴിലാളികൾക്കും പ്രവാസികൾക്കും ഒരാശ്വാസവും ഇല്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ ബജറ്റിൽ ഉണ്ടുതാനും. കേന്ദ്രമന്ത്രിമാർ കേരളിൻ്റെ പേരിൽ കള്ളം പറയുന്നു എന്ന വലിയ പരാതിയുണ്ട് കേരളത്തിലെ ഭരണപക്ഷത്തിന്. കേരള സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇതിനിടയിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കേന്ദ്രത്തിന് സഹായം നൽകുന്നതും ആകുമ്പോൾ എന്താകും കേരളത്തിൻ്റെ സ്ഥിതി? BJP-ക്കാർ നിയമസഭയിൽ ഇല്ലാത്ത കുറവ് കോൺഗ്രസ് നികത്തുന്നു എന്നതാണ് കാഴ്ച. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് എതിരെ കേരളം പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ കൈപൊക്കാതിരിക്കാൻ അടിയന്തര പ്രമേയ നാടകം കളിച്ച് സഭ ബഹിഷ്കരിച്ചു പോയി പ്രതിപക്ഷം. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാതിരിക്കുന്നതിന് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് എന്തുകൊണ്ട്? BJP-ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ UDF ഇനി പോകും? കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേന്ദ്രത്തിൻ്റെ മനസ്സോ? പ്രതിപക്ഷം നാടകം കളിക്കുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ സേനാപതി വേണു, താങ്കളോടാണ് ചോദ്യം. കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്ന് കോൺഗ്രസ് പാർട്ടി ഉറച്ചു തീരുമാനമെടുത്തിരിക്കുകയാണോ? കാരണം ഇന്ന് സഭയിൽ സംഭവിച്ചത് ഏതാണ്ട് അതിന് സമാനമായ ഒരു കാഴ്ചയാണല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ കോടതിയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അതെടുക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം, ആ വിഷയത്തിൽ അതിന് അപ്പുറം ഒരു പ്രമേയം സർക്കാർ തന്നെ കൊണ്ടുവന്ന് കേരളത്തിന് വേണ്ടി എല്ലാവർക്കും കൈപൊക്കാൻ കിട്ടുന്നൊരു അവസരമുണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ പോയി പ്രതിപക്ഷം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഭരണപക്ഷം പറയുന്നത് BJP-യുടെ മനസ്സുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൈപൊക്കാനാകില്ല, അതുകൊണ്ടാണ് ബഹിഷ്കരിച്ചു പോയത് എന്നാണ്. ലാലിന്റെ പ്രസ്താവന തന്നെ അത് എന്താ പറയുന്നത്, അത്യന്തം പ്രതിഷേധാർഹമെന്ന് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ ഒരു പ്രസ്താവന തന്നെ അത് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് അതിനുള്ള മറുപടി. അങ്ങനെ ഒരു BJP മനസ്സോ അല്ലെങ്കിൽ BJP-യോ കേന്ദ്രത്തെയോ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സ് കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട് എന്ന ഒരു ആരോപണമല്ല, ഒരു ദുരാരോപണം പോലും അത് എന്താ പറഞ്ഞേ, അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി, അവജ്ഞ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം അത് കുറച്ച് ഒരു മോശമായ ഒരു പദം എന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾ അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി ഞാനിതിനെ കാണുന്നു. ഇത് എൻ്റെ പ്രസ്താവനയല്ല, ഇത് എൻ്റെ ആരോപണമല്ല, ഇത് നിങ്ങളുടെ എതിർപക്ഷം തെളിവുകൾ നിരത്തി പറഞ്ഞതാണ്. നിങ്ങൾ കേരളത്തിൽ ഒരു ഘട്ടത്തിലും സർക്കാർ എടുക്കുന്ന കേന്ദ്രവിരുദ്ധ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അതിലില്ല, CPM ൻ്റെ ഒപ്പം ഇല്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ പറയുന്നുമുണ്ട്. അതുപോട്ടെ, ഇന്നിപ്പോൾ നിയമസഭയാണല്ലോ. നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ കൈപൊക്കാൻ കിട്ടിയൊരു അവസരം, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടും ഉള്ളതാണ്, പ്രമേയമുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ പ്രമേയം അവതരിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് അവിടെ നിൽക്കാതിരിക്കാനുള്ളൊരു നാടകം കളിച്ചു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു നാടകവും കളിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ വളരെ മുമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, CPM-മായി ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു കേന്ദ്രവിരുദ്ധ സമരത്തിന് നിങ്ങളുമായിട്ടില്ല. അതുകൊണ്ടാണ് ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരമാണെങ്കിലും സമ്മേളനമാണെങ്കിലും അതെന്തുമായിക്കൊള്ളട്ടെ, അതിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോഴും ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ നിങ്ങളുമായി ഒത്ത് ഒരു സമരത്തിന് ഇപ്പോൾ ഇല്ല. ഇനി ഇന്നത്തെ സാഹചര്യം, അങ്ങ് ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ഞങ്ങളൊരു അടിയന്തര പ്രമേയം ഇന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ വെറുതെ കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയമല്ല. ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം സഭയിൽ കൊണ്ടുവന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ അതിനപ്പുറമുള്ള ഒരു കാര്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് അതിന് പരാതിക്കാരനാരാണ്? ഈ ഒരു വിഷയത്തിൽ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ, SFIയുടെ അന്വേഷണത്തിന് വേണ്ടിയൊക്കെ പോയിരിക്കുന്ന ആളുകൾ BJP-ക്കാരാണ്.
BJPയുടെ പരമോന്നത നേതാക്കളാണ് അച്ഛനും മകനും ഈ കേസിലെ പരാതിക്കാരായിട്ടുള്ളവർ. അവർക്ക് വേണ്ടി ഇന്നത്തെ കേരള നിയമസഭയിൽ നിങ്ങളുടെ ഒരു MLA അടിയന്തര പ്രമേയവുമായി എത്തുന്നു എന്ന് പറയുമ്പോൾ BJPക്കല്ലേ അതിൻ്റെ ഗുണം? അല്ല, പരാതിയുമായി ആര് പോയി എന്നുള്ളതല്ല പ്രസക്തമായ വിഷയം. പരാതിയുടെ കണ്ടന്റ് ആണ്. വാട്ട് ഈസ് ദ കംപ്ലൈൻറ്റ്സ്? പരാതിയുടെ കണ്ടന്റ് ആണ്. പരാതിയുമായി X പോയി, Y പോയി, Z പോയി. ആ പരാതിയിൽ കഴമ്പുണ്ടോ കാമ്പുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ പരാതിയിൽ കഴമ്പുണ്ട്, അതിൽ കാമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായ ഒരു വിഷയം. ആ വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ ഇഷ്ടംപോലെ മറുപടി പറയുകയും ഇതിനു മുൻപും ഇത് നിയമസഭയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതുമാണ്. പല ഘട്ടങ്ങളിൽ ഇതൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരു പ്രമേയം വരുന്ന ദിവസം തന്നെ നിങ്ങൾക്കിത് കൊണ്ടുവരണം എന്നുള്ളത് എന്ത് വാശിയായിരുന്നു അത്? അല്ല, ഈ പുതിയ ഘട്ടത്തിൽ ഈ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അത് ആരെക്കുറിച്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്? അത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്ക് ഈ അന്വേഷണം നടത്തുന്ന ഏജൻസികളിലൊക്കെ എന്ന് മുതലാണ് ഈ വിശ്വാസം ഉണ്ടായത് എന്നത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. ഇതാരാണ് അന്വേഷിക്കുന്നത്? ആരുടെ കീഴിലാണ് ഈ അന്വേഷണ ഏജൻസി? ആരാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഈ പരാതി കൊടുത്തവർ അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിലൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ സമര മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവർക്ക് ശക്തി കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് BJPക്ക് നരേന്ദ്രമോദിയുടെ മനസ്സിന് വേദനിക്കരുത് എന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്നെല്ലാവരും പറയുന്നൊരു ഘട്ടം വരും. അല്ല, നരേന്ദ്രമോദിയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് ആഗ്രഹിച്ച് നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ ഹാർബറിന്റെ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ, കൊച്ചിയിൽ നേവൽ ബേസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് നരേന്ദ്രമോദിയുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ പോയി നിന്നത് എന്നൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ വിഷയം എന്ന് പറയുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട, അത് വെറുതെ പറയുന്നതല്ലോ. ഒന്നൊരു ക്വാസി ജുഡീഷ്യൽ നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ വിഷയമല്ല നമ്മുടെ ഇന്നത്തെ ചർച്ച. അതവിടെ നിങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നും നിങ്ങൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കൈപ്പൊക്കിയില്ല? അതിനൊരു ഉത്തരം ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണല്ലോ. കേന്ദ്രത്തിനെതിരെയാണല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്. BJPക്കെതിരെ നിങ്ങളാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ കൈപ്പൊക്കാൻ കിട്ടിയൊരു അവസരം, അത് പൊക്കുന്നില്ല. രണ്ടാമത്, കേരളത്തിന് വേണ്ടി നിങ്ങളുടെ MLAമാർക്കും MP മാർക്കും നിങ്ങളുടെ നേതാക്കൾക്കും ഒന്നും പറയാനില്ല. കേരളത്തിന് അവഗണനയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രമേയം. അതിനുവേണ്ടി പറയാൻ പറ്റിയ, ഒരു മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയ ഒരു നല്ല വേദിയാണ് പ്രതിപക്ഷ നേതാവ് ഇല്ലാതാക്കിയത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഒരു വേദിയും ഇല്ലാതാക്കിയില്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടതും, അത് ചെറിയൊരു കാര്യമല്ല, 2 അതോറിറ്റികൾ, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും 2 കൂട്ടരും കണ്ടെത്തിയിരിക്കുന്ന അതിന്റെ തുടർച്ചയായിട്ടുള്ളൊരു വിഷയം, അത് കേവല വിഷയമല്ല, വലിയ അഴിമതിയെക്കുറിച്ചുള്ള ഒന്നാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഞങ്ങൾ ഇന്ന് കേരളത്തിന്റെ അവഗണന നേരത്തെ തന്നെ സർക്കാർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടൊരു പ്രമേയം ഇന്ന് കേന്ദ്രത്തിനെതിരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അവഗണന ഒരു പ്രശ്നമല്ല, കേരളത്തിന് കിട്ടാത്ത കാര്യങ്ങൾ ഒരു പ്രശ്നമല്ല, കേരളത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് ഒരു പ്രശ്നമല്ല, ഫെഡറലിസത്തിന്റെ മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്നലെ ശക്തമായ ഒരു ആരോപണം ഉണ്ടായിരിക്കുകയാണ്. ആ ആരോപണത്തിന് നിയമസഭയിൽ ശക്തമായി മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അത് ഉണ്ടാകുമെന്ന് അതുകൂടി അറിഞ്ഞിട്ടാണോ പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടിയത് എന്നത് കൂടി ഒരു ചോദ്യമാണ്. അല്ല, ആരോപണം ഉന്നയിച്ചയാള് ആ ആരോപണം ഒന്ന് സഭയ്ക്ക് പുറത്ത് ഉന്നയിക്കട്ടെ. സഭയ്ക്കകത്ത് അതിന്റെ ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണല്ലോ സഭയ്ക്കകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്തല്ലേ ഏറ്റവും കൂടുതൽ തെളിവൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ ഉള്ള സ്ഥലം അവിടെയല്ലേ നമുക്ക് ഒരു തെളിവുമില്ലാതെ പറയാൻ പറ്റില്ല എന്നൊരു അവസരമൊക്കെ ഉള്ളത്. അവിടെയല്ലേ നമുക്ക് എതിരാളികൾ വെറുതെ പറയുന്നതാണെങ്കിൽ കണക്കിന് മറുപടി കൊടുക്കാൻ പറ്റുന്നത്. VD സതീശൻ ഒന്നും മിണ്ടുന്നില്ല, സഭയ്ക്കകത്തും പുറത്തും മിണ്ടുന്നില്ല. വി ഡി സതീശൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. വളരെ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല.
അല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ആരോപണത്തെ കുറിച്ച് അദ്ദേഹം അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതെന്താ പറഞ്ഞത്? ഈ ആരോപണം ഇതൊക്കെ ഒരു സഭയിൽ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആരോപണമാണ്. ഞാൻ ആരോപണം ഉന്നയിച്ച ആളുടെ ക്രെഡിബിലിറ്റി അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞത് ഇതൊന്നും അല്ലല്ലോ. കണ്ടന്റ് അല്ലേ വളരെ പ്രധാനം. കണ്ടന്റ് അല്ലേ വളരെ പ്രധാനം. ആ കണ്ടന്റ് എന്ന് പറയുന്നത് 150 കോടി രൂപ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി, സംസ്ഥാനത്ത് IT-യുടെ വികസനം നടക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിനെതിരായി ബാംഗ്ലൂരിൽ നിക്ഷേപിച്ചു എന്ന അവിടെ നിന്ന് കിട്ടിയെന്നും അവിടെ നിക്ഷേപിച്ചു എന്നുമൊക്കെയാണ് ആ പണം. അതിൻ്റെ പേരിലാണ് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര എന്നൊക്കെയാണ്. ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരിച്ച് വെല്ലുവിളിക്കണ്ടേ എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. സാധാരണ അതല്ലേ നമ്മൾ കണ്ടത്? നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ, നിങ്ങൾ ആരോപണം നടത്തുന്നവരൊക്കെ അപ്പുറത്ത് തിരിച്ച് നിങ്ങളെ വെല്ലുവിളിച്ചില്ലേ? നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വന്നില്ലേ പലപ്പോഴും? എന്തുകൊണ്ട് VD സതീശൻ വെല്ലുവിളിക്കുന്നില്ല? അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, സഭയ്ക്കകത്തുള്ള ഇമ്മ്യൂണിറ്റിയും സഭയ്ക്കകത്തുള്ള പ്രിവിലേജും ഉള്ള ശ്രീ PV അൻവറിന് ധൈര്യമുണ്ടെങ്കിൽ കോഴിക്കോട് പ്രസ് ക്ലബിലോ അല്ലെങ്കിൽ മലപ്പുറം പ്രസ് ക്ലബിലോ ഈ ആരോപണം അല്ല, ഇതേ ഇമ്മ്യൂണിറ്റി ഇല്ലേ VD സതീശനും? സഭയ്ക്കകത്ത് അങ്ങനെ എന്തും തോന്നിയത് എന്തും പറയാമോ? വായിൽ തോന്നിയത് എന്തും പറയാൻ പറ്റുമോ സഭയ്ക്കകത്ത്? ഇല്ലല്ലോ. അപ്പോൾ PV അൻവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശന് അതിനെതിരെ ചോദിക്കാമല്ലോ, പറയാമല്ലോ. എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല? എന്തോ ഒളിക്കാനുണ്ട്. എന്തോ ഒളിക്കാനില്ലെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ PV അൻവറിനെ പോലുള്ള ആളുകൾ അവര് സഭയ്ക്കകത്ത് ഇത് എന്താ പറഞ്ഞേ, ഇവിടുന്ന് കാർമേഘം പോയി ജപ്പാനിൽ ചെന്ന് അവിടെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പശ്ചിമഘട്ടത്തിൽ സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് ശ്രീ PV അൻവർ. ഇത് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. ചിരിക്കാനുള്ള വകയാണല്ലോ, വളരെ തമാശയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിടുകയായിരുന്നു. ഒന്നും മറുപടിയായി പറഞ്ഞില്ല. അതാണ് അറിയേണ്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ M പ്രകാശൻ മാസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. കേരള നിയമസഭയിൽ സംസ്ഥാനത്തിന് വേണ്ടി ഏകകണ്ഠമായി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്ന് കൈപ്പൊക്കേണ്ട ഒരു പ്രമേയം വന്ന ദിവസമാണ്. പ്രതിപക്ഷത്തെ അവിടെ കണ്ടില്ല. നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം അവിടെ ഇല്ലാതിരുന്നത് ബഹിഷ്കരിച്ച് നാടകം കളിക്കുകയായിരുന്നു, മോദിയുടെ മനസ്സാണ് പ്രതിപക്ഷത്തിന് എന്നാണ്. നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഉറച്ച വിശ്വാസം എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളോട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ BJPയും കാണിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും ശത്രുതാപരമായിട്ടുള്ള നിലപാടിനെതിരെ വലിയ നിലക്കുള്ള പ്രതിഷേധമാണ് കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റുമാണ്. നിരന്തരമായി ഈ കേരളത്തോട് കാണിക്കുന്ന അന്യായത്തിനെതിരെ, ശത്രുതാപരമായ നിലപാടിനെതിരെ കേരളത്തിലെ ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഈ ഗവൺമെൻറ് നിർവഹിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായിരുന്നു ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിലാകെ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് ഇത് നടത്തണം എന്നുള്ള നിലക്കുള്ള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന. അത് നിരാകരിക്കാൻ വേണ്ടി UDF തീരുമാനിച്ചു. അതിനുശേഷമാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ പ്രതിപക്ഷ സഹകരണം കൂടി തേടിക്കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും എല്ലാം നരേന്ദ്രമോദിയുടെ ഡൽഹി ആസ്ഥാനത്തിന് മുമ്പിൽ ഒരു സമരം നടത്തണമെന്നുള്ള തീരുമാനമെടുത്തത്. ആ സമരത്തിലും പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചു. പക്ഷേ സഹകരിക്കാൻ അവർ സന്നദ്ധമായില്ല. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോഴും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത 18 MP മാർ, അവർ വെറും കോൺഗ്രസ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും കേരളത്തിൻ്റെ MP മാരാണല്ലോ, ഒരക്ഷരം ഈ കാര്യം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന, കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട്, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കേരള വിരുദ്ധ നടപടികൾ, ഇവയ്ക്കൊന്നും എതിരായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഈ കേരളത്തിലുള്ള 18 കോൺഗ്രസിൻ്റെ MP മാർ, UDFൻ്റെ MP മാർ സന്നദ്ധമായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവർക്കത് മെല്ലെ തിരിച്ചറിയാൻ തുടങ്ങുന്നു എന്നുള്ള നിലക്കാണ് ഒരു കോൺഗ്രസിൻ്റെ ഒരു MP തന്നെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഒരു നോട്ടീസ് കൊടുക്കാനൊക്കെ തന്നെ മുന്നോട്ടേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ അവഗണനയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിക്കാൻ. പക്ഷേ അതിനെതിരെ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇവർ മിണ്ടാൻ സന്നദ്ധമല്ല. ഇന്ന് ഈ വിഷയം സംബന്ധിച്ചപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അനൗദ്യോഗിക ദിവസമാണ്.
ഔദ്യോഗിക പരിപാടികളുടെ ദിവസമല്ല നിയമസഭയെ സംബന്ധിച്ച്. അന്നാണ് അനൗദ്യോഗിക പ്രമേയം വരിക, അനൗദ്യോഗിക ബില്ലുകൾ വരുന്നത്. ഇന്ന് വളരെ മുൻകൂട്ടി തന്നെ ഈ വിഷയം സംബന്ധിച്ച് കേരളത്തിൻ്റെ ആകെ പ്രതിഷേധം ഉന്നയിക്കാൻ പാകത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ചട്ടം 118 അനുസരിച്ച് മുൻകൂട്ടി തന്നെ അതിന് നോട്ടീസ് കൊടുത്തു. അതിന് പ്രമേയത്തിൻ്റെ കണ്ടൻറ്റ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ MLA-മാർക്കും അയച്ചു കൊടുത്തു. അത് അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സാധാരണഗതിയിൽ വെള്ളിയാഴ്ച, ഞാനും കുറേ കാലം MLA ആയിരുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ ഒരു സന്ദർഭത്തിലും പ്രതിപക്ഷം വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം അവതരിപ്പിക്കാറില്ല. എന്നാൽ ഇന്ന് അവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും സ്വീകരിക്കപ്പെടാൻ ഇടയില്ലാത്ത ഒരു പ്രമേയമാണല്ലോ അവതരിപ്പിച്ചത്. ഇപ്പോൾ നിയമസഭാ ചട്ടം 53 പ്രകാരമാണ് പ്രമേയം അവതരിപ്പിച്ചത്. 53 പറയുന്നത് എന്താ? ഒരു കാരണവശാലും ട്രൈബ്യൂണലുകൾ, കമ്മീഷനുകൾ, സ്റ്റാറ്റ്യൂട്ടറി ട്രൈബ്യൂണലുകൾ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അതോറിറ്റി, അന്വേഷണ കമ്മീഷൻ, അതുപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മുമ്പിൽ തീർപ്പാക്കാനുള്ള വിഷയം ഒരു കാരണവശാലും ഈ നിയമസഭാ ചട്ടം 53 അനുസരിച്ച് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ട് വ്യവസ്ഥയുണ്ട്. അതറിയാത്ത ആളുകളല്ല UDF-ൻ്റെയും അവർ അവതരിപ്പിച്ചിരിക്കുന്ന ആളുകൾ. അപ്പോൾ നിയമപ്രകാരം ഒരു കാരണവശാലും സ്വീകരിക്കാനാവില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള പ്രമേയത്തിന് അവതരിപ്പിക്കുന്നത്. വേറെ എന്തെങ്കിലും പ്രമേയം അവതരിപ്പിക്കാമല്ലോ. പക്ഷേ അത് അവതരിപ്പിച്ചാൽ അത് നിയമപ്രകാരം കിട്ടില്ല എന്നറിയാം. കിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാനും കേരളത്തിൻ്റെ വികാരം ഒരു സന്ദർഭത്തിലും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാനുള്ള നട്ടല് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചില്ല. അതുകൊണ്ട് ആ നട്ടലില്ലായ്മ പ്രകടമാക്കാനുള്ളൊരു മാർഗം അതുമാത്രം അവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇത് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്, അല്ലാതെ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയമേ അല്ല. എങ്ങനെയെങ്കിലും ഈ പ്രമേയ ചർച്ചകളിൽ നിന്ന് ഒഴിവാകാനാവണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതുവരെ ഒരു കാര്യത്തിലും കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല UDF-ൻ്റെ ആളുകൾ. ഇനിയും ഉരിയാടാൻ പറ്റില്ല. കാരണം അവർക്ക് ഇവരെ പേടിയാണ്. അവർ രണ്ടുപേരും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണല്ലോ. LDF-ൻ്റെ ഗവൺമെൻറ്റിനെ തകർക്കാൻ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും ഈ പ്രമേയം ചർച്ച ചെയ്യാതിരിക്കും എന്ന് കണ്ടുകൊണ്ട് BJP-ക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണോ പ്രകാശൻ മാസ്റ്റർ പ്രതിപക്ഷം ഇത്തരം ഒരു നിലപാടെടുത്തത്? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടായല്ലോ. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഈ ഒരു പ്രമേയത്തിൻ്റെ ഈ ഒരു ബഹിഷ്കരണത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കുക നിയമസഭക്കകത്ത് ഉന്നയിക്കപ്പെട്ടൊരു ആക്ഷേപം എത്രയോ ഫ്രോഡായിക്കോട്ടെ, പിന്നെ തീരെ സത്യമല്ലാതിരിക്കട്ടെ, പക്ഷേ ഫ്ലോറിൻ്റെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപം സംബന്ധിച്ച്, അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും നടക്കുന്ന കാര്യമാണ്. അതിനെ പുച്ഛിച്ച് തള്ളുക എന്നുള്ളതല്ലല്ലോ വേണ്ടത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇത് അന്വേഷിക്കണം. കാരണം പ്രതിപക്ഷ നേതാവ് പോലെയുള്ള ഉന്നതമായ സ്ഥാനത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരാക്ഷേപമാണല്ലോ. അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതാവ് ആ വിഷയം സംബന്ധിച്ച് പൊട്ടിത്തെറിക്കും എന്നല്ലാണല്ലോ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുറത്തുനിന്ന് അതേ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ പൊതുയോഗത്തിനകത്ത് എന്തും പറയും, കാരണം അതാരും ചോദ്യം ചെയ്യാനില്ലല്ലോ. എന്നാൽ നിയമസഭക്കകത്ത് ഉന്നയിക്കുന്നത് പൊതുയോഗത്തിൽ ഉന്നയിക്കുന്ന പോലെയല്ല. അവിടെ തെളിവുകളില്ലാതെ ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല. പ്രിവിലേജ് കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികളുണ്ട്. അപ്പോൾ കുറേ കൂടി ആധികാരികമായിട്ടുള്ള ആക്ഷേപം മാത്രമേ ഇവിടെ നിയമസഭയിൽ വരുള്ളൂ. അപ്പോൾ നിയമസഭയിൽ വന്നൊരു ആക്ഷേപം സംബന്ധിച്ച് ഒരു മറുപടിയും പ്രതിപക്ഷ നേതാവ് ഇതോടെ പറഞ്ഞില്ല. അവസരം ഒരു മാസ്റ്റർക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാൻ വേണ്ടേ എന്തെങ്കിലും അല്ല, ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ അദ്ദേഹത്തിന് വേണ്ടേ? ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അങ്ങനെ ഒന്നും പറയാനില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ വസ്തുതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെതിരായിട്ട് ഒരു കാരണവശാലും പറയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് ഈ ചർച്ചയും ഒഴിവാക്കാമല്ലോ. ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ കേന്ദ്രവിരുദ്ധ പ്രമേയത്തിൻ്റെ ചർച്ച ഒഴിവാക്കാം, മറ്റൊരു ഭാഗത്ത് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആക്ഷേപം അതിനെ സംബന്ധിക്കുന്ന പരാമർശം ഒഴിവാക്കാം എന്ന ദ്വിലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനം എടുപ്പിക്കുമ്പോൾ അദ്ദേഹം കണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹമാണല്ലോ ആ തീരുമാനം എടുപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒളിച്ചോട്ടമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി പറ്റാത്ത അവരുടെ നിലപാടും അതുപോലെ തന്നെ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപം അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നിലപാടിൽ നിന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ള എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. ശരി, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, പ്രതിപക്ഷം അപ്പോൾ ഒളിച്ചോട്ടം നടത്തുകയായിരുന്നു, നാടകം കളിക്കുകയായിരുന്നു
കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് BJP അംഗങ്ങൾ ഇല്ലാത്ത സഭയിൽ കോൺഗ്രസ് അവരുടെ തനി സ്വഭാവം കാണിക്കുകയായിരുന്നു. BJPയുടെ അഭിപ്രായം നടപ്പിലാക്കാനുള്ള ഒരു അവകാശം അവർക്കാണ് എന്നത് CPM എപ്പോഴും പറയുന്നതാണ്. അതവർ പ്രകടിപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, VD സതീശനെതിരെയുള്ള ആരോപണം, ഒരക്ഷരം പോലും അദ്ദേഹം അതിന് മറുപടി പറയാതെ പോവുക എന്നതുകൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും നടന്നു. ഈ അടിയന്തര പ്രമേയം അത് അനുവദിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ അവതരിപ്പിച്ചു. അത് അനുവദിച്ചില്ല, ബഹിഷ്കരിച്ചു. വെള്ളിയാഴ്ചകളിൽ നടക്കാത്ത നാടകം. ഞാൻ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ജാഗ്രതയോട് കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, PV അൻവർ ഉന്നയിച്ചത് സഭയ്ക്കകത്തല്ലേ, സഭയ്ക്ക് പുറത്ത് അദ്ദേഹം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല, അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരോപണം ഉന്നയിച്ച ദിവസം തന്നെ അൻവർ പല ചാനലുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല ഡിസ്കഷനുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ലിറ്റിഗേഷനോ നോട്ടീസ് അയക്കാനോ ഡീഫമേഷന്റെ കോമ്പൻസേഷൻ ചോദിക്കാനോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പം അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പുറത്ത് അൻവർ പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹം പല എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലിലാന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അന്നത്തെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്തെങ്കിലും രീതിയിൽ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലിറ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പ്രതിപക്ഷ നേതാവിനെ ഡീഫെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോട്ടീസ് അയക്കാനും ഒക്കെ ഇനി അവസരമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നടന്നിട്ടില്ല, പുറത്തു ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്തു കളയും എന്ന് പറഞ്ഞതിന്റെ പുറത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആകുമ്പം നമുക്ക് കേൾക്കാനൊക്കെ ഒരു രസമുണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അടുത്തൊരു വിഷയം, ലാൽകുമാർ, അതായത് ഇന്ന് നിയമസഭയിൽ വേണമെങ്കിൽ ഈ കാര്യം മറുപടി പറയാമായിരുന്നു, ഫ്ലോറിൽ തന്നെ അവതരിപ്പിച്ചതല്ലേ എന്ന് പ്രകാശം മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ അങ്ങേക്ക് അവിടെ കേട്ട് രസിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുമായിരുന്നു. അത് എന്തുകൊണ്ട് ആ ഭാഗ്യം അങ്ങേക്ക് ഇല്ലാതെ പോയി? അല്ല, എന്നിൽ നിന്ന് പോയോ? ലാൽകുമാറിനോടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് കേട്ട് രസിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യത്തിൽ. മനസ്സിലാക്കൂ, ഒരാള് പണം വാങ്ങി എന്നുള്ള ഒരു വിഷയം വരുന്നു, അതിനകത്ത് എനിക്കിപ്പോ രസിക്കേണ്ട കാര്യമൊന്നും. പക്ഷേ എന്റെ പോയിന്റ് എന്താണ്? എന്റെ പോയിന്റ്, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സേനാപതി വേണു മുന്നോട്ട് വെച്ച വാദം പുറത്തായിരുന്നു എങ്കിൽ എന്നുള്ളൊരു കണ്ടൻഷനിലെ അദ്ദേഹം വെച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം PV അൻവർ രക്ഷപ്പെടാൻ വേണ്ടി അകത്ത് പറഞ്ഞു അദ്ദേഹത്തിന് ലെജിസ്ലേറ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. കിട്ടില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പറയുന്ന പ്രിവിലേജ് കമ്മിറ്റിയെ കുറിച്ചൊക്കെ സേനാപതി വേണുവിന് അറിയാൻ വയ്യാത്തതൊന്നുമല്ല. ചുമ്മാ അങ്ങനെ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊന്നും നീങ്ങാൻ പറ്റില്ല. എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്, തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് പ്രകാശ് മാസ്റ്റർ പറഞ്ഞാണ് ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങളൊരു മോഷൻ മൂവ് ചെയ്ത് ഒരു റോങ് റൂൾ ഇട്ട് നിങ്ങൾ മോഷൻ മൂവ് ചെയ്യുക, കൃത്യമായി അറിയാവുന്നൊരു വിഷയം വെച്ചാൽ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയം, അത് ഈ റൂൾ ഇട്ടാൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വ്യക്തതയുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടത് അങ്ങനെ ഇട്ടു? അപ്പൊ ഞാൻ അതിനെ കാണുന്നത്, അവർക്ക് ഇന്ന് വാക്കൗട്ട് നടത്തണമായിരുന്നു. അത്രേ ഉള്ളൂ. അവർക്ക് ഇന്ന് വാക്കൗട്ട് നടത്തണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ഒരു പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഇവരെ കോൺഗ്രസ്സുകാര് കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPIയും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്? കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന സർക്കാരാണ്. അവർക്കെതിരെ ഒരു നയം അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കാൻ ശ്രമിക്കുന്നു. ഈ സംസ്ഥാനമാണ് പാസ്സാക്കുന്നത്, കോൺഗ്രസോ CPIമോ അല്ല പാസ്സാക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചേർന്നാണ്. അങ്ങനെ പാസ്സാക്കാൻ ശ്രമിക്കുമ്പം അതിൽ CPIM മാത്രമായി വരുന്നു, കോൺഗ്രസ് ഇല്ലാതായി വരുന്നു. നോക്കൂ, അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്കതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്.
അപ്പം അത് അവർക്കൊരു പ്രശ്നമേ അല്ല എന്നിടത്താണ് പ്രകാശ് മാസ്റ്റർ പറയുന്ന അല്ലെങ്കിൽ CPIM പറയുന്ന വാദത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നു. അഡ്ജസ്റ്റ്മെന്റ് ആര് തമ്മിൽ നടക്കുന്നു എന്നാലോചിച്ചാൽ മതി. ഇനി അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ പോണ്ട, കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് നടന്ന ചർച്ചകൾ കേരളത്തിൽ എടുത്താൽ, ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചകളിൽ BJPയുടെ വാദവും കോൺഗ്രസിന്റെ വാദവും ഒന്നായി വരുന്ന സ്വർണ്ണക്കടത്ത് ചർച്ചകളൊക്കെ പലതും ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കോൺഗ്രസിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഞാൻ ആ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വരെ നമ്മൾ ഇവരുടെ അനുഭാവികളിൽ നിന്ന് വരെ നമ്മൾ കേട്ടതാണ്. ഇതൊരു സത്യമാണ്. അപ്പം ശക്തമായി കോൺഗ്രസിനെ BJP എതിർക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യത്തിൽ തൊടാതിരിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നതാണ്. പോട്ടെ, സേനാപതി വേണു പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് വളരെ റെലവെന്റ് ആയിട്ട് എടുക്കാം. കാര്യം CPIM-നോടൊപ്പം ചേർന്ന് അവർക്ക് ഒരു സമരം ചെയ്യാൻ താല്പര്യമില്ല, ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ശരി, അങ്ങനാണെങ്കിൽ ഇവർ കേന്ദ്രത്തിനെതിരെ ഈ പറയുന്ന മോഡി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷത്തിൽ ചെയ്ത ഒരു 9 സമരത്തിന്റെ ലിസ്റ്റ് എടുക്കാവോ? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 9 വർഷത്തിൽ ഒരു 9 സമരം വർഷത്തിൽ ഒരെണ്ണം ചെയ്തതിന്റെ കണക്കുണ്ടോ ഇവരിൽ? ഞാൻ പറഞ്ഞില്ലെന്ന്. ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഞങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ CPIM-നോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ താല്പര്യമില്ല. ഇവർ പക്ഷെ വേറെ സമരമൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഗവർണർ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിന്റെ ശക്തിയിൽ ഇവരൊരു കാര്യം പറയുന്നുണ്ടോ? സംഘപരിവാറിന്റെ ആളായി വർക്ക് ചെയ്യുന്ന ഗവർണറെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കകത്ത് വരെ വിളിച്ചു. എന്നിട്ട് പറയുന്ന ഗവർണറും CPIM തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെ മുഖ്യമന്ത്രി തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇപ്പൊ ഈ വാദത്തിനകത്തെ പ്രശ്നം ഗവർണറും CPIM തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, പക്ഷെ ഗവർണറെ മീറ്റിങ്ങിന് വിളിക്കുന്ന കോൺഗ്രസ് ആണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു വൈരുദ്ധ്യം തോന്നില്ലേ? ഇത് കുറെ നാളുകളായി സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. നോക്കൂ, ഇവർ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നു പോലുമില്ല. കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല ശതമാനം കാര്യങ്ങൾ കള്ളത്തരമാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ അധികാരം പോയിരിക്കുന്നതിന്റെ വിഷമം അതിന് എങ്ങനെയും തിരിച്ചു പിടിക്കാനായി അവർ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ചേർന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു മെറിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതുപോലും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. നോക്കൂ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ തൊഴിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വിവാദത്തിന്റെ പുറകെ പോവുക, ഒരു സത്യവും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് റേറ്റിംഗ് കൂട്ടി നിൽക്കണം. ഇന്നാണെങ്കിൽ ആനയുടെ പുറകെയാണ്. ആന തിരിഞ്ഞു, ആന സ്റ്റെപ്പ് 3 വെച്ചു, അത് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. ഇതൊക്കെ കേരളത്തിലെ ഒരു വലിയ വിഷയമാണ്. ആന കേരളത്തിലെ 24/7 വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളുടെ കാര്യമായി പറയുന്നത്. ബാക്കിയുള്ള ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു, ഈ സംസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും ഒന്നും അറിയത്ത് പോലുമില്ല. അപ്പൊ വിവാദങ്ങള്, സെൻസേഷനില്, വിഷ്വൽ എക്സ്പീരിയൻസ്, ഇതിന്റെ മാത്രം പുറകെ പോകുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ മൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മൊറാലിറ്റി ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാരും ജനങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചായിരുന്നു ജനങ്ങൾ നിലപാടെടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാരണവശാലും CPIM ജയിക്കില്ല. ഈ ജയിച്ചത് മാത്രമല്ല, പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം ജയിച്ചു. ഇവിടെ ഒരിടത്തും ജയിക്കാൻ പാടില്ല. അപ്പൊ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വ്യക്തതയുണ്ട്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ സേനാപതി വേണു, താങ്കളിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു, താങ്കൾക്ക് അതിനുള്ള മറുപടി പറയാനുണ്ടാകും. ലാൽകുമാറും പറഞ്ഞു. ഞാൻ അതിനകത്തുനിന്ന് ഒരു കോമൺ പോയിൻ്റായിട്ട് എടുത്ത് താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ആരാണ് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ ഇവിടെ? അഡ്ജസ്റ്റ്മെൻറ്റ് BJPയും CPIM-ഉമാണെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ പ്രവൃത്തി പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ഇൻസിഡൻറ്റ് കൂടി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിലാണ്, BJPയും കോൺഗ്രസും തമ്മിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് തെളിയുകയല്ലേ? അതല്ലേ മോദിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പ്രമേയം വന്നപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി ഇന്ന് വാക്കൗട്ട് എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു ലോജിക്കുമില്ലാത്ത, നിയമപരമല്ലാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഒളിച്ചോടിയത്? പ്രകാശൻ മാസ്റ്റർ നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹത്തിന് അറിയാം റൂൾ 50 പ്രകാരം കൊടുത്തിരിക്കുന്ന നോട്ടീസ്, അതിന്റെ അനുബന്ധമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോടതിയിൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു പ്രമേയം അത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ പ്രകാശ് മാസ്റ്ററോട് ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 30-ാം തീയതി, ഒരുപാട് മുമ്പല്ലല്ലോ, സമാനമായ ഒരു പ്രമേയം വന്ന് 2 മണിക്കൂർ നേരം അവിടെ ചർച്ച നടന്നല്ലോ. എന്താണ്? കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ചർച്ച. ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് കപിൽ സിബലിനെ പോലുള്ള സേനാപതി വേണു ഒരൊറ്റ മിനിറ്റ്. താങ്കൾക്ക്
ഈ കാര്യം നിയമം അറിയാമെന്നാണല്ലോ പറഞ്ഞത്. റൂൾ 50യും അതിൻ്റെ സബ് ക്ലോസസും ഒക്കെ താങ്കളും പഠിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ മുമ്പ് എന്തൊക്കെ നടന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം അത് സ്പീക്കർ ഈ കാരണത്താൽ അത് എടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപ്രകാരമല്ലേ? 50യിൽ പറയുന്ന സബ് ക്ലോസുകളിൽ പറയുന്ന കാര്യങ്ങൾ പ്രകാരം ഒരു ക്വാസി ജുഡീഷ്യൽ ഏജൻസിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ സാധിക്കുമോ? അല്ല, ഇന്നത്തെ വിഷയം ഒരു ജുഡീഷ്യൽ ഏജൻസിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമല്ല. അതിന്റെ സാങ്കേതികത്വമായിട്ട് അതെങ്ങനെ ഏത് കാര്യത്തിൽ എവിടെ പരിഗണനയിൽ ഇരിക്കുന്നു അല്ല, അതിനകത്തൊരു സ്പീക്കർ ഒരു തീരുമാനം എടുത്ത് പറഞ്ഞതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് കോസ്റ്റേറ്റ് ജുഡീഷ്യൽ ബോഡിയുടെ പരിഗണനയിൽ അല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുന്നത്? SFIO എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏജൻസി അല്ലേ? അല്ല, ഏത് ജുഡീഷ്യൽ ബോഡിയുടെ പരിഗണനയിലാണ്? SFIO എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ഏജൻസി അല്ലേ? ആരാ? ഇപ്പോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഏജൻസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് ഇല്ലെന്നേ. അതിന്റെ ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് എന്ത് തടസ്സമാണെന്നേ ഉള്ളത്. കഴിഞ്ഞ 30-ാം തീയതി സമാനമായ വിഷയം അവതരിപ്പിച്ചല്ലോ. അല്ല, അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ വീണ്ടും എന്നെ പഴയ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി കെട്ടുകയാണ്. ഞാൻ അവിടെയാണ് ഒരു ഉപചോദ്യമായി ഞാൻ താങ്കളോട് പറഞ്ഞത്. കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ നമുക്ക് പിന്നീട് ഒരു ചർച്ചയ്ക്ക് എടുക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം സ്പീക്കർ പറയുന്നു 50 അല്ലെങ്കിൽ അതിൻ്റെ ഉപവകുപ്പുകൾ പ്രകാരം ഇത് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ താങ്കൾക്ക് നിയമം വായിച്ചാൽ മനസ്സിലാകുന്ന ആളാണല്ലോ. ഈ പറയുന്ന നിയമത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അത് എടുക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾ സമാനമായ വിഷയത്തിലെ പ്രീസിഡന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്. അതാണല്ലോ നിയമസഭയുടെ ചട്ടങ്ങളിലും അതിന്റെ ഘടനയിലും പറയുന്നത്. മുമ്പ് നടന്നിട്ടുള്ള പ്രീസിഡന്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 30-ാം തീയതി സമാനമായി നിങ്ങളിപ്പോ ശരി. അല്ല, താങ്കൾ ആ വാദം അവിടെ നിലനിർത്തിക്കോളൂ. അതിപ്പോ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ നിയമപ്രകാരം സ്പീക്കറും പറഞ്ഞു. അതിപ്പോ ഇവിടെ പ്രകാശ് മാഷ് ആവർത്തിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല പറയുന്നത്. ഇനി അതിനകത്ത് നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാദിക്കാം. പക്ഷെ അതിനേക്കാൾ വലിയ വിഷയമാണല്ലോ അത് കഴിഞ്ഞ് അവതരിപ്പിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ളൊരു പ്രമേയം. കേരളത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ ജനപ്രതിനിധികളെങ്കിൽ കേരളത്തോട് അവഗണന കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 9 വർഷവും നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ മരുന്നിനെങ്കിലും വർഷത്തിൽ 1 എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു സമരം നടത്തിയ ആളുകളാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രമേയത്തിൽ ഒരു 2 വാക്ക് പറയാൻ കിട്ടുന്നൊരു അവസരം, കേന്ദ്രത്തിനെതിരെ പറയാൻ പറ്റുന്ന അവസരം, അതിനിടയിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കാരിനെയും പറയാലോ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പോലും ഒരു അവസരം ഉപയോഗിച്ചില്ല? ലാലെ കഴിഞ്ഞ 9 കൊല്ലം ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ എന്ത് സമരമാണ് നടത്തിയത്? അതിന്റെ പട്ടികകളൊക്കെ നിരത്താൻ ലാൽകുമാറിനോട് അതിന്റെ പട്ടികകൾ നിരത്തണമെങ്കിൽ അതിന്റെ പട്ടികകളൊക്കെ നമ്മൾ നിരത്താൻ. തിരിച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ചങ്ങല പിടിച്ചു എന്നും പറഞ്ഞ് നാട്ടിൽ അറിഞ്ഞല്ലോ. ആരും അറിഞ്ഞിട്ടില്ല ചങ്ങല എവിടെയാ പിടിച്ചെന്നുള്ളത്. ചങ്ങല പൊളിഞ്ഞതിനെ കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ശ്രീ സേനാപതി വേണു, വെറുതെ അതിനകത്തൊരു അപഹാസ്യത വേണ്ട. കേരളം മാത്രമല്ല, രാജ്യം മുഴുവൻ കാണിച്ച വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ അതുപോട്ടെ, ഈ ഒരു ചങ്ങല എന്ന് അങ്ങേക്ക് പറയാനെങ്കിലും ഒരു സമരം അവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ സമരത്തിൻ്റെ ഒരു പേര് പറയൂ. നിങ്ങൾ ഈ 9 വർഷത്തിൽ ഒരെണ്ണമെങ്കിലും പറയൂ. അങ്ങനെ ഒരു പേര് മനസ്സിൽ പെട്ടെന്ന് തങ്ങി വരുന്ന സമരം പറയൂ. അല്ല, ഈ എന്താ നിങ്ങൾ ഈ സമരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നടയിൽ പോയിരുന്നു സമരം കൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? സെക്രട്ടേറിയറ്റ് നടയിൽ പോയിരുന്നോ? ഇല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതാണോ സമരങ്ങൾ? അതാണോ സമരം എന്ന് ഉദ്ദേശിച്ചത്? അതല്ല, ഷൂ എടുത്തെറിയുന്നതും ഈ പറയുന്ന വണ്ടിക്ക് മുമ്പിലേക്ക് എടുത്ത് ചാടുന്നതും ചില തുണികൾ, പ്രത്യേക തുണികൾ, കറുത്ത നിറത്തിലുള്ള തുണികൾ എടുത്ത് പൊക്കി കാണിക്കുന്നതും ഒക്കെയാണ് സമരം. അല്ല, ഈ എന്ത് സമരമാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത്? എന്താണ് ആ സമരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് സമരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് ഒരുപക്ഷെ ലാൽകുമാറിനും ലാലിന്റെയും ശ്രദ്ധയിൽ പറയാം. അതായത് പാർലമെന്റ് മന്ദിരത്തിന് വെളിയിൽ അവിടെ സമരം നടത്തുന്ന സ്ഥലം ഒന്ന് ജന്തർ മന്ദിറും അടുത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലുമാണ്. ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങളുടെ പട്ടിക പറഞ്ഞാൽ
അത് എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എന്നുള്ളത് സർ, നിങ്ങൾ ചർച്ചയിൽ പോലും ഇവിടുന്ന് പറഞ്ഞാൽ ഡൽഹി തീരാത്ത പോയി സമയമാണ്. ജന്തർ മന്ദർ വഴി എവിടെയെങ്കിലും പോയോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഇന്ത്യ ഒട്ടാകെ ഉള്ളൊരു പാർട്ടിയാണെന്ന് പറയുന്നു. ഈ BJPക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം പറയൂ. ഈ ചങ്ങലയുടെ സമരത്തിന്റെ മുദ്രാവാക്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവർക്ക് ഇന്നും പറയാനുണ്ട് എന്തിനെതിരെയാണ് സമരമെന്ന്. അതുപോലെ നിങ്ങൾക്ക് ഇതാണ് സമരം, ഇതാണ് ഞങ്ങളുടെ സമരത്തിന്റെ ടൈറ്റിൽ, ഇതാണ് ഞങ്ങൾ നടത്തിയ ഇന്ന സമരം, 2023 സമരം, 2022 സമരം, ഇങ്ങനെ പറയാനുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഈ പെട്രോളിയം വിലവർദ്ധനവ്, കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ തെറ്റായ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ കേരളത്തിലും കേന്ദ്രത്തിലും വിവിധങ്ങളായ സമരങ്ങൾ, അത് നിരവധിയായ സമരങ്ങൾ, ഞങ്ങൾ ചിലപ്പോൾ ബന്ധോ ഹർത്താലോ ഒന്നും നടത്തിയിട്ട് ഉണ്ടാവുന്നു വരുന്നില്ല, പക്ഷേ നിരവധിയായ സമരങ്ങൾ. ഇപ്പൊ കേന്ദ്ര ട്രേഡ് യൂണിയൻ ശരി, കേരളത്തിനെ അവഗണിച്ചതിനെതിരെ ഞാൻ ഒറ്റ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നു. കേരളത്തിനെ അവഗണിച്ചതിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ 2-3 സമരങ്ങളുടെ കാര്യം ഇവിടെ നമ്മൾ കേട്ടു. നവകേരള സദസ്സ് അത്തരത്തിലൊരു സമരമായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടി, മറ്റൊരു സമരമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ കേരളത്തെ അവഗണിച്ചതിന് നടത്തിയ സമരത്തിന്റെ പേര് പറയൂ. അല്ല, ഈ അവഗണിച്ചു എന്ന് നിങ്ങൾ പറയുകയും സമരം നടത്താൻ പോകുന്ന നിങ്ങൾ ആ കേന്ദ്ര ഗവൺമെന്റ്, അവിടുത്തെ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ പഞ്ചപുച്ഛം അടക്കി നിന്നുകൊണ്ട്, എന്നാൽ അന്ന് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ കൂടെ കേന്ദ്രം ഞങ്ങളെ ഇന്ന കാര്യങ്ങളിൽ അവഗണിക്കുന്നു, അതൊന്നും പറയാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ലല്ലോ. നിങ്ങൾ ഈ തെരുവിൽ ഇറങ്ങി വന്നതിന് ശേഷമാണല്ലോ ഈ അവഗണന. നിങ്ങൾ ഒരു സമരം പോലും നടത്താത്തവരാണ് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്. ഇത് പോട്ടെ, നിങ്ങൾ എന്താണ് രാമക്ഷേത്രം അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തിയതിന്റെ ആ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. എന്താണ് ഹിമാചൽ സർക്കാർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനുശേഷം ഇവിടെ ശശി തരൂരിനെ പോലുള്ളവർ പറഞ്ഞത്, അദ്ദേഹം ഇട്ട ട്വീറ്റ് എന്താണ് നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ സമരം എന്താണ്, ഇതൊക്കെ വ്യക്തമാണ്. അല്ല, ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ സമരവും എന്താണ് എന്നുള്ളത് പാർട്ടിയുടെ പോളിസി എന്നതിൽ ഞങ്ങൾ വളരെ സുവ്യക്തമായി എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാൽകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞില്ലായിരുന്നു. അതായത് നിയമസഭയ്ക്കകത്ത് 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചു. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് ഭയന്നു പോയായിരിക്കും. ഞാൻ ചോദിക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് അന്വേഷിച്ചു. എന്താ നിങ്ങൾ അന്വേഷിക്കും? അത് രണ്ടാമത്തെ കാര്യമല്ലേ, അത് അന്വേഷിക്കാതിരിക്കുമോ? അത് അന്വേഷിച്ചിരിക്കുമല്ലോ. അത് ജനങ്ങൾ അന്വേഷിക്കും, സർക്കാർ അന്വേഷിക്കും, അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കും. ഇനി നിങ്ങൾ കേന്ദ്ര സർക്കാരും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ, എനിക്കറിയില്ല, നേരത്തെ ലാൽകുമാർ നിരീക്ഷിച്ചതുപോലെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ തമ്മിലാണെങ്കിൽ ചിലപ്പോൾ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോട്ടെ, ഇപ്പോ ഇക്കാര്യത്തിൽ അന്വേഷണം വേണോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങളുടെ നേതാവിന് മറുപടിയില്ലേ? നിങ്ങളുടെ നേതാവ് ഒരു വെല്ലുവിളി നടത്തണ്ടേ? അല്ല, ഞങ്ങള് ലാലെ ഇപ്പൊ ഞങ്ങൾ അതിന് മറുപടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശരി, തീർന്നല്ലോ. ഞങ്ങളുടെ എം പ്രകാശൻ മാസ്റ്റർ അവിടെ തീർന്നോ കാര്യങ്ങൾ? ഒരു വെല്ലുവിളി നടത്താൻ തയ്യാറല്ല VD സതീശൻ. ഒരു മറുപടിയും ഞങ്ങൾ പറയാൻ തയ്യാറല്ല. തീർന്നോ കാര്യങ്ങൾ? അല്ല, ഇത് എത്രമാത്രം വിചിത്രമായൊരു വാദമാണ് എന്നുള്ളത് സാധാരണ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആക്ഷേപം ഫ്ലോറിനകത്ത് ഉന്നയിക്കപ്പെടുക. ഫ്ലോറിനകത്ത് ഒരുപാട് മെഷേഴ്സ് ഉണ്ട്, അവിടെ ഉന്നയിക്കപ്പെടുക. ആ കാര്യം സംബന്ധിച്ച് പുറത്തോ അകത്തോ ഒരു വാക്ക് പോലും പറയാൻ ധൈര്യം കാണിക്കാതിരിക്കുക പ്രതിപക്ഷ നേതാവ്. അത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ്, ഇത് കേവലം പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയുടെ വിഷയമല്ലല്ലോ, കേരളത്തിലെ ജനങ്ങളുടെ വിഷയമല്ല, ജനങ്ങളുടെ മുമ്പിലാണല്ലോ ഇത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളതല്ലല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ കൈകൾ ശുദ്ധമാവണം എന്നുള്ളത് കേരളത്തിലെ ആകെ ജനങ്ങളുടെ ആവശ്യമല്ലേ. അപ്പോൾ അത് സംബന്ധിച്ച് ഞാനൊന്നും പറയില്ല. അത് പറയാതിരിക്കുന്നതിന് ഒറ്റ കാര്യങ്ങളും പറയാനൊന്നുമില്ല. ഉന്നയിക്കപ്പെട്ട കാര്യത്തിൽ വസ്തുതയുണ്ട് എന്നല്ലാതെ വെറുതെ ജനങ്ങൾ ധരിക്കുക. പിന്നെ ഇപ്പം ചങ്ങല എന്ന് പറഞ്ഞിട്ടാണല്ലോ അധിക്ഷേപപരമായിട്ട് സംസാരിച്ചത്. ഞാൻ ചോദിക്കണം, അതിന് 100-1 ആൾ പങ്കെടുത്തിട്ട് ഒരു പരിപാടി നടത്താൻ കോൺഗ്രസ്സിന് കേരളത്തിൽ എപ്പോഴെങ്കിലും കഴിയുമോ? വരുന്നൊരു 10 കൊല്ലക്കാലം കഴിഞ്ഞാലെങ്കിലും കഴിയുമോ?
അപ്പോൾ ജനങ്ങളുടെ ജനകീയ പ്രതിരോധത്തെ അതിനെ മാനിക്കാൻ പിടിക്കണം. അതാരും എന്നുള്ളതല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനെതിരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു മനുഷ്യ ചങ്ങല അതിനെ അപഹസിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? പിന്നെ ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ പഞ്ചപുച്ഛമടക്കി നിന്നു, അദ്ദേഹത്തെ ചീത്ത വിളിച്ചില്ല. ഞാൻ ചോദിക്കുന്നത് എന്തൊരു വിചിത്രമായ കാര്യമാണിത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി? അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തവണയും പോയിട്ടുണ്ടല്ലോ. അവിടെയെല്ലാം ഈ കേരളത്തോട് പ്രധാനമന്ത്രി കാണിക്കുന്ന നിലപാട് സംബന്ധിച്ചാണോ അദ്ദേഹം സംസാരിക്കുക? ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രി സംസാരിക്കുക? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? മുഖ്യമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമോ? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നമ്മുടെ സമൂഹത്തിനകത്ത് ചില പ്രോട്ടോക്കോളുകളും ചില മര്യാദകളും ഇല്ലേ? എത്രയോ തവണ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് നേരിട്ട് എന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമരം നടത്തുകയാണ്. അതല്ലാതെ കാണുമ്പോൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കണം. ചീത്ത വിളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി നിന്നു. എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഈ കേരളത്തിലെ ഒരു വലിയ വികസന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ചെല്ലേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ച് ബാധ്യതയല്ലേ? അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ എതിരാളിയാണെന്നുള്ളതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ചെല്ലുന്നു, അവിടെ വി ഡി സതീശൻ ഉണ്ടാവില്ലേ? അത് ഈ എതിർപ്പെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? എന്തൊരു അന്യായമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സാമാന്യ ജനങ്ങളുടെ ബോധത്തെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ അന്യായമായ കാര്യങ്ങൾ നടത്തുമ്പോൾ അന്യായമായ കാര്യമാണ് ആണെന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇവിടെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം പി ആണല്ലോ ഏറ്റവും ഒടുവിലായിട്ട് കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തത്. അവഗണന കാണിക്കുന്നതിലേക്ക് പിന്നെ നോട്ടീസ് കൊടുക്കുന്നതിന് കാര്യം എന്താ? പിന്നെ കഴിഞ്ഞ ഒരു 4 കൊല്ലക്കാലം ഒരൊറ്റ സമരം, ഒരുപാട് പറയണ്ട, ഒരൊറ്റ സമരം കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയെന്ന് പറയട്ടെ. 100 കണക്കിന് സമരം, 1000 കണക്കിന് സമരം, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇത്രാം തീയതി ഇന്നയാൾ ഉദ്ഘാടനം ചെയ്ത ഇന്ന സമരം. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധി പ്രതിമക്ക് മുമ്പിൽ സമരം നടത്തുന്ന അവകാശം തന്നെയില്ല. ആ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ നരേന്ദ്രമോദി എടുത്തു കളഞ്ഞല്ലോ. ഇത് അവിടെ സമരം നടത്തിയെന്നാണോ? ഒരു സമരവും നടത്തിയിട്ടില്ല. കേരളത്തെ എന്തു ചെയ്താലും അതിൻ്റെ കൂടെയാണ് കോൺഗ്രസ്. കേരളത്തെ അധിക്ഷേപിച്ചാൽ അതിൻ്റെ കൂടെ കോൺഗ്രസ്, കേരളത്തോട് ശത്രുത കാണിച്ചാൽ അതിൻ്റെ കൂടെ കോൺഗ്രസ്. ഇനി കേരളത്തിലെ എം പിമാർ എന്താ UDF ആളുകൾ സംസാരിക്കുന്നത് പാർലമെൻറ്റിൽ? കേരളത്തെ വിമർശിക്കാൻ വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? ഇപ്പോൾ KPCC അധ്യക്ഷൻ അവിടെ സംസാരിച്ചു കുറച്ച് തവണ, ഏറ്റവും കുറച്ച് സംസാരിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് കൊള്ളരുതായ്മകളെ സംബന്ധിച്ചാണ്. അത് പറയേണ്ട വേദി ഇവിടെ നിയമസഭയല്ലേ, പക്ഷെ സംസാരിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ ആയുധം നൽകുക എന്ന പണിയല്ലേ BJPയുടെ സെക്കൻഡ് ടീമായിട്ട് കോൺഗ്രസിൻ്റെ എം പിമാർ അവിടെ പാർലമെൻറ്റ് നിർവഹിക്കുന്നത്? അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ നട്ടല്ലില്ല, അവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ എന്ത് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ അംഗീകരിക്കാനിടയില്ലാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ച് എങ്ങനെയെങ്കിലും തലയൂരുക, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു നിലപാട് അപഹാസ്യമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചിന്തിക്കുന്നവർക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരിക്കലും നരേന്ദ്രമോദിക്കെതിരെ കർശനമായി സംസാരിക്കാൻ അവരില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ കടത്തിൽ ബജറ്റേതര കടം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ ഒരു സമരം നടത്തിക്കൂടെ കോൺഗ്രസിന്, UDFന്? കേരളത്തിൻ്റെ ഈ പറയുന്ന കടം 2021-22 മുതൽ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു, മുൻകാല പ്രാബല്യത്തോടെ. എപ്പോഴെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കടത്തിൻ്റെ പിന്നെ സംഖ്യ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കുക. ഇനി കടമെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 2021-22 മുതലുള്ള കടം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് കരുതുന്ന ആരുടെയും രക്തം തിളച്ചു പോകില്ലേ? ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ ഈ കോൺഗ്രസിലെ ഏതെങ്കിലും ആളുകൾ നിയമസഭയിലോ പാർലമെന്റിലോ? അപ്പോൾ ഇവർ കോൺഗ്രസ് വിരുദ്ധരാണ്. കേരളത്തെ ആക്രമിക്കുന്ന BJPയുടെ B ടീമാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്. അതാ പ്രശ്നം. അവിടെ മിണ്ടില്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യം. അതിനു വേണ്ടിയുള്ള വളഞ്ഞ വഴി കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, സേനാപതി വേണു അതിനകത്തൊരു മറുപടി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് ഞാൻ ലാൽകുമാറിലേക്ക് പോവാം. അതായത് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് സർക്കാർ എന്തെങ്കിലും സ്വീകരണം കൊടുക്കുകയോ സ്വാഗതം ചെയ്യുകയോ മുഖ്യമന്ത്രി ഒരു ബൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ നമസ്കാരം പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സമരത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനുമില്ല. രാഹുൽ ഗാന്ധി എന്താണ് പാർലമെൻറ്റിൽ കാണിച്ചത് നമുക്കറിയാമല്ലോ.
നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ചതാണ് നമ്മൾ കണ്ടത്. അത് എന്തുതരം സമരമായിരുന്നു? അപ്പോൾ ഇതൊക്കെ ആരെയും നമുക്ക് അധിക്ഷേപിക്കാൻ വേണ്ടി എന്തും പറയാം, പക്ഷെ അതുകൊണ്ട് ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്ന് കരുതരുത് ശ്രീ സേനാപതി വേണു. അല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ പോയി കെട്ടിപ്പിടിച്ചതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളത് അത് പ്രധാനമന്ത്രിയെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടല്ല. താങ്കളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ള കാര്യം ഞാനിതാ പറഞ്ഞിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ഒരു പ്രകടനം കാണിച്ചത്. ഞാനിവിടെ അല്ല, അദ്ദേഹം നടത്തിയ പ്രകടനത്തെ ഞാൻ മോശമാക്കി പറഞ്ഞതല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാകും. അത് പോട്ടെ, വ്യക്തിപരമായ രീതികളല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ പ്രസ്ഥാനങ്ങളുടെ സമരമുണ്ട്. നിങ്ങൾ മനുഷ്യച്ചങ്ങലെ അധിക്ഷേപിച്ച് പറയുന്നു. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും ആളുകൾ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സമരത്തെക്കുറിച്ച് ഇപ്പൊ വെല്ലുവിളിച്ചത് കേട്ടല്ലോ പ്രകാശ് മാസ്റ്റർ. ഇതിന്റെ 100-ൽ 1 അംശമുള്ള ഒരു സമരമെങ്കിലും നിങ്ങൾ നടത്തൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, പ്രകാശ് മാസ്റ്ററോട് പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ചീത്ത വിളിക്കണം എന്നാരാ പറഞ്ഞത്? പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാനായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അവസരമുണ്ട്. അദ്ദേഹത്തോട് ഒരു സാന്ദർഭികമായ ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ? ഞങ്ങളോട് ഇത്രയൊക്കെ അവഗണനയുണ്ട്, അത് തുടരരുത് എന്നൊന്ന് അഭ്യർത്ഥിക്കുക. അല്ലെങ്കിൽ ഒന്ന് എന്താ പറഞ്ഞ സ്നേഹത്തോടു കൂടി പറയാം. ഇതൊന്നും പറയുന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ പ്രധാനമന്ത്രിയുമായി നേരിട്ട്. ഇപ്പം നിവേദനം കൊടുക്കാൻ ഡൽഹിക്ക് പോകുന്നു, പെർമിഷൻ കിട്ടുമോ കിട്ടാതിരിക്കുവോ? പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രിക്കെതിരെ 4 വർത്തമാനം പറയാൻ കേരള നിയമസഭയിൽ കിട്ടിയ അവസരമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇല്ലാതാക്കിയത്. അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആർക്ക് വേണം ഈ അവസരം? കേരള നിയമസഭയിൽ ഈ അവസരം കിട്ടിയിട്ട് എന്ത് കാര്യം? പ്രധാനമന്ത്രി ഇവിടെ നാട്ടിൽ വന്ന് നേരിട്ട് നിൽക്കുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നത്, കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഞങ്ങളോട് കുറച്ചുകൂടി അനുഭാവപരമായ കാര്യങ്ങൾ ചീത്ത വിളിക്കണം ആരെങ്കിലും. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, കേരള നിയമസഭയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ്? അതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്, ബഹിഷ്കരിച്ചൊക്കെ പോകുന്നത്. അല്ല നിങ്ങൾ MLA അങ്ങനെ നിയമസഭ പോകേണ്ട കാര്യമില്ലല്ലോ. അത് അവര് നടത്തുന്ന യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കാനാണല്ലോ നിയമസഭ. അവിടെ സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് കോൺഗ്രസ് നിലപാടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പലതവണ കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി ചോദിച്ച ഒരവസരത്തിലും കാണാതിരുന്നിട്ടില്ല. നിവേദനങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേക നിവേദനം കൊടുത്തിട്ടുണ്ട്. MP-മാരെ വിളിച്ചു ചേർത്ത് നിങ്ങൾ ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ഉന്നയിക്കണം എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി എല്ലാ സമയത്തും. അത് ഒന്നിച്ച് നിവേദനം കൊടുക്കണമെന്ന് 2 തവണ തീരുമാനിച്ചല്ലോ. ഒരൊറ്റ കോൺഗ്രസ് MP ഒപ്പിട്ടോ നിവേദനത്തിൽ? കേരളത്തിന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന നിവേദനത്തിൽ ഒപ്പിടില്ല. കാരണം അവർക്ക് നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയാനില്ല, പറയാൻ ധൈര്യമില്ല. നിവേദനത്തിൽ തീരുമാനിച്ച് ഒപ്പിടാത്ത ഇവരാണ് കേരള മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാം. അപ്പോൾ സമരത്തിന് പോവുകയാണല്ലോ അദ്ദേഹം, പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് സമരത്തിന് പോവുകയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിന് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഒരക്ഷരം അദ്ദേഹത്തിന് ഉരിയാടുന്നില്ല. ഉരിയാടാൻ കിട്ടിയ ഒരു അസുലഭമായ സന്ദർഭം നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് മനുഷ്യചങ്ങ ഇവിടെ നേരത്തെയുള്ള നവകേരള സദസ്സിൽ പങ്കെടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള ഡൽഹി സമരത്തിൽ പങ്കെടുക്കാം, ഒന്നുമില്ലല്ലോ. ഇനി പ്രത്യേകമായിട്ടൊരു വലിയ സമരം, ഡൽഹി സമരം നടത്തുകയും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അത് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി, ശ്രീ ലാൽകുമാർ, സമരത്തിന് പോകുന്ന മുഖ്യമന്ത്രിയെ ചൂണ്ടിയാണ് ഈ രീതിയിലുള്ള അധിക്ഷേപം വരുന്നത്, ഈ സർക്കാരിനെ അധിക്ഷേപിക്കുന്നത്. സമരങ്ങളെക്കുറിച്ച് പോലും കോൺഗ്രസ് ഈ രീതിയിൽ പറയുന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ VD സതീശിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് കേട്ടല്ലോ, ധൈര്യം കാണിക്കാൻ തയ്യാറല്ല എന്നാണ്. ഞങ്ങൾ അതിന് ഒരു മറുപടിയും പറയാൻ പോകുന്നില്ല എന്നാണ്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. നോക്കൂ, ആദ്യ സ്ട്രെച്ചിൽ ശ്രീ വേണു സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് പുറത്തായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പുറത്തുള്ള ഒരു വിഷയം ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ പിന്നെ ആ പുറത്ത് ഉള്ളതിനെ കുറിച്ച് ബന്ധപ്പെട്ട് പിന്നെ നോട്ടീസ് അയക്കുവോ അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി എടുക്കുവോ എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ സൈലൻസ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇനിയിപ്പോ ഞാൻ ഇത് ഉന്നയിച്ചുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കൂടെ പറയുമായിരിക്കും. അദ്ദേഹം പറയട്ടെ, അത് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. കാര്യം അൻവർ പുറത്തുന്നയിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമ്പം അതിൽ നിയമ നടപടി എടുക്കാമല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിനോട് ഇവർ കാണിക്കുന്ന അവഗണന വളരെ വ്യക്തമാണ്. കേന്ദ്രം അത് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴും അവഗണന തന്നെയായിരുന്നു. ഉള്ള കാര്യം ഉള്ളവർ പറയണമല്ലോ.
പിന്നെ ഇവർ സമരം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യം വന്നത്. ഇവർക്ക് സമരം ചെയ്യാനുള്ള ശക്തി ഇല്ല എന്നുള്ളതാണ് അടുത്തത്. ഇപ്പൊ പറഞ്ഞില്ലേ, ഞങ്ങൾ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നു. സമരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ കാണിക്കുന്ന ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. നമ്മൾ ആ സമരം, ഇവരുടെ സമരത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് എനിക്കറിയില്ല. സമരം അല്ലെങ്കിൽ സ്ട്രഗിൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ, നമ്മൾ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ഗാന്ധിയൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ട്രൈക്ക്, സ്ട്രഗിള് എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഒരു സമരം എന്നുള്ള രീതിയിൽ അർത്ഥത്തിൽ ആക്കുന്നത്. നമുക്കുള്ള സ്ഥലത്ത് ആളെ ഇറങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് CPIM വിചാരിച്ചാൽ എത്ര സംസ്ഥാനത്ത് ആളെ ഇറക്കാൻ പറ്റും? UP-യിൽ നിങ്ങൾക്ക് സമരം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈമലത്തത്തേ ഉള്ളൂ. പക്ഷേ തിരിച്ച് നിങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ റോട്ടിൽ ഈ പറയുന്ന ജനങ്ങളെ അണിനിരത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഈ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു സമരവും കേരളത്തിലില്ല, ഈ രാജ്യത്തില്ല, എന്റെ ഓർമ്മയിലില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ശ്രീ ലാൽകുമാർ കാണുന്നത്? അതായത് അവർക്കത് സംഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടോ, അതോ അതിൽ താല്പര്യമില്ല, അവരുടെ മുദ്രാവാക്യം വേറെയാണ് എന്നത് കൊണ്ടോ? രണ്ടുമുണ്ട്. അതാ ഞാനത് പറഞ്ഞു തീർക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഇവർക്ക് മധ്യപ്രദേശിൽ ഒരു സമരം നടത്തുമ്പോൾ ഈ ചമ്പൽ ഏരിയയിൽ സമരം നടത്താൻ പറ്റിയ ആളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പാർലമെന്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും മോഡിയെ ഇത്രത്തോളം വിമർശിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനില്ലായിരുന്നു. ഇപ്പം ഒരല്പം മാറി അപ്പുറത്തോട്ട് അങ്ങിരിക്കുന്നു, മോഡിയുടെ കൂട്ടത്തിലിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ നിയമസഭയെ പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിൽക്കാലത്ത് മോഡിയുമായി സഹകരിക്കുന്ന സാഹചര്യം ഉണ്ട്. നോക്കൂ, നമ്മൾ ഇവിടെ പറയുന്ന ഇവർ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് ഈ പറയുന്ന BJP-യിലേക്ക് സഹകരിക്കുന്ന CPM-കാരുടെ പേര് പറയൂ. നിങ്ങളുടെ കൂട്ടത്തിൽ വൈസ് ചാൻസലറായ ആൾക്കാർ വരെ അപ്പുറത്ത് സീറ്റും നോക്കി സീറ്റ് മത്സരിക്കാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്നു. അങ്ങനെ പല കോൺഗ്രസ്സുകാരും കഴിഞ്ഞ പ്രാവശ്യത്തെ BJP സ്ഥാനാർത്ഥികളുടെ എണ്ണം എടുത്താൽ അതിനകത്ത് പ്രമുഖരായ ഒരു 6 കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ഈ രാജ്യം മൊത്തം നടക്കുകയാണ്. അപ്പൊ രാജ്യത്ത് ഈ പറയുന്ന കോൺഗ്രസ് BJP-ക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറയുമ്പം എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നത്? അപ്പുറത്ത് പോയി നിന്ന് മോഡിയുടെ കൂട്ടത്തിൽ നിന്ന് മോഡിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സംഭവിക്കുന്ന അതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസിനൊരു പ്ലാൻ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം സേനാപതി വേണു എന്ന് പറയുന്ന ഒരു വക്താവിന് വന്നു നിന്ന് ഈ പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കത്തക്ക രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഘടകത്തിൽ ഇത് സൂചിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരിക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മൊത്തത്തിൽ BJP-ക്കെതിരെ എന്നുള്ളതല്ല, കോൺഗ്രസിനെ തന്നെ മറന്നു. വേറൊരു ഉദാഹരണം കൂടി ഞാൻ എടുത്തു കാണിക്കാം. ഇതെല്ലാം പോട്ടെ, ഇതിപ്പോ CPIM-ഉം മക്കും ഒക്കെ വിടുക. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം കണ്ട ഏറ്റവും മോശമായ ഒരു കാഴ്ചയായിരുന്നു ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് CBI. അദ്ദേഹത്തിന്റെ വീട്ടിലെ ചാടി, ഈ പറയുന്ന ഗേറ്റ് ചാടി, മതിൽ ചാടി പോയി CBI അറസ്റ്റ് ചെയ്യുന്ന കണ്ടു. CBI ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത് എത്രയോ നാളുകൾ അദ്ദേഹത്തെ ജയിലിലടച്ചു. കോൺഗ്രസ്സുകാർ ഒറ്റ ഒരാൾ എവിടെയും ഒരു പ്രതിഷേധം നമ്മൾ കണ്ടായിരുന്നോ? കോൺഗ്രസിന്റെ ഒറ്റ ഒരാൾ റോഡിലിറങ്ങി നിങ്ങൾ കണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഈ പറയുന്ന പൂർണ്ണമായി ജനാധിപത്യ വിരുദ്ധമായി ഒരാളെ അറസ്റ്റ് ചെയ്യാം, പക്ഷെ അത്രയും ജനാധിപത്യ വിരുദ്ധമായി ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്ററായി 9 ബഡ്ജറ്റ് അവതരിപ്പിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഈ പറയുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ടോളസ്റ്റ് ലീഡറായ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഈ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം പോലും നടത്താൻ പറ്റില്ല. മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടി ഇല്ല എന്നല്ല പറയേണ്ടത്. ഞങ്ങൾ മറുപടി പറയില്ല എന്നല്ല കോൺഗ്രസ് പറയേണ്ടത്. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വേർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോയില്ല എന്നല്ല പറയേണ്ടത്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഉത്തരം വേണം. ശ്രീ സേനാപതി വേണു, ചർച്ചയുടെ അവസാന നിമിഷങ്ങളാണ്, 2 മിനിറ്റ് പരമാവധി. ശ്രീ സേനാപതി വേണു, ഒരു മറുപടി വേണം ഈ കാര്യങ്ങൾക്ക്. ലാൽകുമാറിന് ഒരു സംശയം, ഞങ്ങളിപ്പോൾ സമരവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ലയോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംശയം BJP-ക്കെതിരെ. ലാൽകുമാർ 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ജനങ്ങളെ സംഘടിപ്പിച്ച് BJP-ക്കെതിരെയുള്ള സമരം അത് 151 ദിവസം നീണ്ടു നിന്നു. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണത്. BJP-ക്കെതിരെയാണ്. കഴിഞ്ഞ 12-ാം തീയതി വീണ്ടും ആ സമരം
അത് എന്താ പറഞ്ഞ BJP ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലെ വിഭജിക്കാൻ തുടങ്ങുന്ന മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് അതിപ്പോ പശ്ചിമ ബംഗാളും കഴിഞ്ഞ് ബീഹാറിലേക്ക് എത്തിയിരിക്കുക. അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാർക്ക് വിയർപ്പിന്റെ അസുഖം. ഞങ്ങൾക്ക് ഒരു വിയർപ്പിന്റെ അസുഖവുമില്ല. ഞങ്ങൾ പാർലമെന്റിലേക്കും പാർലമെന്റ് മുമ്പിലേക്കും ഒക്കെ നടത്തിയിരിക്കുന്ന സമരങ്ങളും ആ സമരത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയി അറസ്റ്റ് വരിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും രാജ്ഭവന് മുമ്പിലേക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള വിവിധങ്ങളായ സമരങ്ങളും ഞാനിപ്പോൾ അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ലാൽകുമാറെ സമരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ BJPക്ക് എതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകാശ് മാഷ് ചോദിച്ചതുപോലെ കേരള വിരുദ്ധരല്ല എന്ന് തെളിയിക്കാൻ കേരളത്തിന് വേണ്ടി നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തേണ്ട സമരങ്ങൾ എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആശയത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും പ്രതിരോധത്തിലാകുമ്പോൾ അവരന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായി നിങ്ങൾ കൊണ്ടുവരുന്ന ആ പ്രമേയങ്ങൾ അത് കേന്ദ്ര വിരുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നു. കേന്ദ്രത്തിനെതിരെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിനൊരു ഉറപ്പുണ്ടാകുമായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ വന്ന ആരോപണത്തെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്റെ ലാലിനെ പോലൊരു പത്രക്കാരനൊക്കെ ഇരുന്ന് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം നിങ്ങൾ അന്വേഷിക്കുന്നേ, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഞങ്ങൾ ആ ആരോപണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളുന്നു. ഒന്നും പറയുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അതിന് മറുപടി പറയുന്നില്ല എന്നാണ്. എന്നിട്ട് തിരിച്ചപ്പുറത്തുള്ളവരുടെ കാലിലെ മന്ത് അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങൾ. അല്ല, ഈ നാട്ടിൽ VD സതീശൻ പറഞ്ഞ പോലെ ഈ കൊള്ളാവുന്നവർ ജീവിക്കുന്നവരെ ആക്ഷേപിക്കാനായിട്ട് കള്ളും കുടിച്ച് ആളുകളെ പറഞ്ഞു വിടും. വീടിന്റെ മുമ്പിൽ പോയി തെറി പറയാനായിട്ട്. ആ തെറി പറച്ചിലുകാരെ വീട്ടുകാരെ അവഗണിക്കാറേ ഉള്ളൂ. മാന്യന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനായിട്ട് പറഞ്ഞു വിടും. ഇതിനകത്ത് എന്താണ് മറുപടി? ഈ കാര്യത്തിൽ എന്താണ് മറുപടി? അല്ല, അത് മാത്രമല്ല, നാട്ടിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനായിട്ട് കള്ളുകുടിയന്മാരെ പറഞ്ഞു വിടും. അവർ വീടിന്റെ മുമ്പിൽ അവഗണിക്കുകയുള്ളൂ. ആ അവഗണന തന്നെ ഞങ്ങൾ ഇവിടെ നടത്തുന്നു. അത്രേ ഉള്ളൂ ആ കാര്യം. ആ അവഗണന അത്രേ ഉള്ളൂ കാര്യം. രാജ്യത്ത് നിരവധി കാൽനട ജാഥകളും വാഹന ജാഥകളും നടത്താറുണ്ട്. ആ പരിപാടിക്ക് ഇന്ത്യ രാജ്യത്തെമ്പാടും അറിയുന്നത് ക്യാമ്പയിൻ എന്നാണ്. അത് സമരമായിട്ട് എപ്പോഴും മുതലാണ് കോൺഗ്രസിന് മാറിയത് എന്നറിയില്ല. രാജ്യത്ത് എല്ലാവരും നടത്തുന്ന ഇപ്പോൾ കാൽനട ജാഥയും വാഹന ജാഥയൊക്കെ എല്ലാവരും നടത്തുന്നുണ്ട്. അത് ക്യാമ്പയിൻ വർക്കാണ്. അതായത് സമരമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരം നടത്തി എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉന്നയിക്കപ്പെടാറുണ്ട്. ആരോപണങ്ങൾ ചിലത് സത്യമായിരിക്കും, ചിലത് സത്യമായിരിക്കില്ല. പക്ഷെ ആരോപണങ്ങളെ പുച്ഛിച്ച് തള്ളുക അതുകൊണ്ട് സത്യമാണോ അല്ലെങ്കിൽ കളവാണോ തെളിയോ? ആരോപണത്തിന് നിജസ്ഥിതിയെ സംബന്ധിച്ച് ഒന്നുകിൽ അന്വേഷിക്കാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഭാഗം ഇന്നതാണ് ശരിയെന്ന് പിന്നെ അവിടെ പറയാം. അതിന് പകരം പുച്ഛിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ ആരോപണത്തിൽ കഴമ്പുണ്ട്. അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറുത് അന്വേഷിക്കാൻ വേണ്ടി പറയാം. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോപണമല്ലേ, തെളിയിക്കപ്പെട്ട കാര്യമല്ലല്ലോ. അപ്പോൾ ആരോപണങ്ങളിൽ സത്യമായതും സത്യമല്ലാത്തതും ഉണ്ടാവും. അത് ആർക്കെതിരാണ് ഉന്നയിക്കപ്പെട്ടത് അത് തെളിയിക്കേണ്ട ചുമതല അത് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അത് ഉന്നയിക്കാതിരിക്കുന്നത് എന്തോ അദ്ദേഹത്തിന് ഒളിക്കാനുണ്ട് എന്നുള്ളതിന് സൂചനയായിട്ട് ആരും കാണും. പിന്നെ MLA കള്ളു കുടിച്ച് തെറി പറയുന്ന ആളുകളോട് ഉപമിക്കാൻ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകന് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. 10,000-കണക്കിന് ആളുകൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രതീതിയാണല്ലോ ഏത് പാർട്ടിയുടേതായാലും MLA. അതൊരു ഭരണഘടനാ സ്ഥാനമാണ്. അയാളെ ഈ പറയുന്ന പോലെ തെരുവിൽ കള്ളു കുടിച്ച് ആടുന്ന ഒരാളോട് ഉപമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉന്നയിക്കുന്നവൻ ചെറുതാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അയാൾ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ നിലവാരം ചെറുതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നുമല്ല ഒരു ശൈലി. നിങ്ങൾ സത്യസന്ധമല്ല അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ സത്യസന്ധ എന്താണെന്ന് പറയട്ടെ. ഒന്നും പറയില്ല. അതെല്ലാം ഞാൻ പുച്ഛിച്ച് തള്ളുന്നു, ഞാനതെല്ലാം അവഗണിക്കുന്നു, ഞാനതെല്ലാം സത്യം അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ലല്ലോ. ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾ നിങ്ങളുടെ മേലെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ശരിയെല്ലാം തെളിയിക്കേണ്ടത് ജനങ്ങളുടെ ചുമതലയല്ല, നിങ്ങളുടെ ചുമതലയാണ്. അത് ഏറ്റെടുക്കണം. അതിന് പകരം ഈ നമ്മുടെ നാട് ഭാഷ പറഞ്ഞാൽ അല്ലും തുല്ലും പറഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ ഇവിടെ കേരളത്തോട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അവഗണനയല്ല, ശത്രുതാപരമായിട്ട് പ്രതികാരമാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്നുള്ളത് നിർഭാഗ്യരാണ്. അതിനെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിന് നാവില്ല, നട്ടല്ലില്ല
എന്നുള്ളത് അവർ നിരന്തരമായി തെളിയിക്കുകയാണ്. ആ പ്രവർത്തനത്തിലെ അവസാനത്തെ അധ്യായമാണ് ഇന്ന് നടത്തിയിരിക്കുന്ന ഈ നാടകം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, കോൺഗ്രസ് മാറിയാൽ അവർക്ക് നല്ലത്, കേരളത്തിനാകെ നല്ലത്. മാറിയില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തും എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ. ശരി, ഒരൊറ്റ മിനിറ്റ് ശ്രീ ലാൽകുമാർ. ഈ കാര്യത്തിൽ പ്രതിപക്ഷം നാടകം കളിക്കുകയാണോ എന്നാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ കാര്യത്തിലല്ല, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് കളിക്കുന്നത് മൊത്തം നാടകമാണ്. അതിനകത്ത് കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ്. നോക്കൂ, അദ്ദേഹം ഒരു ക്യാമ്പയിൻ, കറക്റ്റ് വേർഡാണ് പ്രകാശൻ മാഷ് ഉപയോഗിച്ചത്, ഒരു ക്യാമ്പയിനെ അദ്ദേഹം സ്ട്രഗിളും സ്ട്രൈക്കും ആക്കി മാറ്റി. അതാണല്ലോ സംഭവിച്ചത്. അവിടെ എവിടെയാണ് BJPക്കെതിരെ എന്നുള്ളൊരു എനിക്കിതുവരെ മനസ്സിലായില്ല. അത് പോട്ടെ, അത് അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന എത്രയോ ദിവസം എടുത്ത് കാശ്മീർ വരെ ചെന്നതിൽ 3 ദിവസം ഉത്തർപ്രദേശും 20 ദിവസം കേരളത്തിലും സംഘപരിവാറിനെതിരെയുള്ള ആവേശം കൂടാനായിട്ടായിരിക്കും കേരളത്തിൽ 20 ദിവസവും. എന്തായാലും കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനത്ത് BJP നടന്നാ പോയതില്ലേ? അന്ന് കന്യാകുമാരിയിൽ നിന്ന് നടന്നാ പോയ കേരളം ക്രോസ് ചെയ്യണേ 20 ദിവസം നടക്കണം. അതുകൊണ്ടാ. അപ്പം യു പി ക്രോസ് ചെയ്യാൻ 20 വേണ്ട അല്ലേ? വേണ്ട. നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം നോക്ക്. ഇന്ത്യയുടെ ഭൂപടം പോകാനായി നോക്കുമ്പോ എന്തായാലും ഈ ഓരോ സംസ്ഥാനമായിട്ട് നോക്കണ്ട, ഇന്ത്യ ഒട്ടാകെ ഒരു ഭൂപടമായിട്ട് അങ്ങ് നോക്കിയാൽ പോരെ? അത് ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം നോക്കിയാൽ പോരെ? കർണാടകത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. നടന്നല്ലേ? ശരി, ഒരു 10 സെക്കൻഡ് ലാൽകുമാർ. അല്ല, താങ്കൾ കേരളം കവർ ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 ദിവസമെങ്കിലും നടക്കണം. ശരി, സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്നോട് ദയവായി ക്ഷമിക്കുക ലാൽകുമാർ. എനിക്ക് ഇപ്പോൾ അക്കാര്യത്തിൽ സമയം തരാനില്ല, അതുകൊണ്ടാണ്. ദയവായി എന്നോട് ക്ഷമിക്കുക. എന്തായാലും കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യം, നിയമസഭ വളരെ പരിപാവനമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. MLA-മാർ ആ രീതിയിൽ തന്നെ കാണണം. പ്രതിപക്ഷ നേതാവ് പരിപാവനമായിട്ടാണ് കാണുന്നതെങ്കിൽ തനിക്കെതിരെ നിയമസഭയിൽ ഉണ്ടായ ഒരു ആരോപണത്തിന് അവിടെ തന്നെ കിട്ടിയ ഒരു അവസരത്തിൽ മറുപടി പറയേണ്ടതായിരുന്നു. MLA-മാരെ അധിക്ഷേപിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകുകയും ചെയ്യരുത്. അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ MLA-മാരെ കൃത്യമായ മാന്യതയോടുകൂടി കണ്ടു തന്നെ അവർക്കുള്ള മറുപടി കൊടുക്കുകയും വേണം. ഏറ്റവും വലിയ കാര്യം കേരളമാണ്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് കോൺഗ്രസ് ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതോ ഇതൊരു നാടകമാണോ? BJPയോട് ഒത്തുകളിക്കുകയാണോ? കേന്ദ്ര സർക്കാരിന് വേദനിക്കാത്ത കാര്യങ്ങൾ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുകയുള്ളൂ. അതും ജനങ്ങൾ നോക്കും. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പ്രകാശൻ മാസ്റ്റർ, ശ്രീ സേനാപതി വേണു, ശ്രീ N. ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.